വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കൂറുമാറി വോട്ട് ചെയ്യാൻ CPIM 50 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തുവെന്ന് താൻ തമാശയായി പറഞ്ഞതാണെന്ന് മുസ്ലിം ലീഗ് സ്വതന്ത്രൻ EU ജാഫർ മാസ്റ്ററുടെ വാദം തള്ളി കോൺഗ്രസ് വരവൂർ മണ്ഡലം പ്രസിഡന്റ് AM മുസ്തഫ. കൂറുമാറി CPM-ന് വോട്ട് ചെയ്തതോടെ തന്നോട് ഫോണിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമാണെന്ന് മനസ്സിലായെന്നും ജാഫർ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാതിരുന്നതും പിന്നീട് മെമ്പർ സ്ഥാനം രാജിവെച്ചതും കോഴ വാങ്ങിയതിന് തെളിവാണെന്നും മുസ്തഫ പറഞ്ഞു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDF-ഉം UDF-ഉം 7 സീറ്റുകൾ വീതം നേടി തുല്യതയിലെത്തിയിരുന്നു. തുടർന്ന് നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDF സ്വതന്ത്രനായി വിജയിച്ച EU ജാഫർ മാസ്റ്റർ കൂറുമാറി LDF-ന് വോട്ട് ചെയ്തു. ഇതിനെ തുടർന്ന് CPM-ലെ KV നഫീസ രണ്ടാം തവണയും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും EU ജാഫർ മാസ്റ്റർ പങ്കെടുത്തില്ല. വൈസ് പ്രസിഡന്റ് സ്ഥാനവും LDF-ന് ലഭിച്ചു. കോൺഗ്രസിൽ നിന്നും പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ താൻ അബദ്ധത്തിൽ വോട്ടുമാറി ചെയ്തതാണെന്ന് പറഞ്ഞു ബ്ലോക്ക് മെമ്പർ സ്ഥാനം രാജിവെച്ചു. ഇതിനുശേഷമാണ് ജാഫർ മുസ്തഫയോട് നടത്തിയ ഫോൺ സംഭാഷണം പുറത്തുവന്നത്. തനിക്ക് LDF-നോടൊപ്പം നിന്നാൽ പ്രസിഡന്റ് സ്ഥാനം നൽകാമെന്നും അതുമല്ലെങ്കിൽ LDF-ന് വോട്ട് ചെയ്താൽ 50 ലക്ഷം രൂപ നൽകാമെന്നും CPIM നേതാക്കൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും ഈ പണം വാങ്ങി താൻ ലൈഫ് സെറ്റിൽ ചെയ്യാൻ പോവുകയാണെന്നും ജാഫർ ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞിരുന്നു. ഇത് വിവാദമാവുകയും കോൺഗ്രസ് നേതൃത്വം വിജിലൻസിൽ പരാതി നൽകുകയും ചെയ്ത സാഹചര്യത്തിലാണ് താൻ തമാശയ്ക്ക് പറഞ്ഞതാണെന്ന വാദവുമായി EU ജാഫർ രംഗത്ത് വന്നത്. ജാഫർ എന്നോട് സംസാരിച്ചത് ഒരു തമാശയാണ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ പറഞ്ഞ കാര്യമാണ് അവിടെ പോയിട്ട് ചെയ്യുന്നത്. ഒരു മാറ്റവും ഇല്ലാതെ നേരെ വരുന്നു, പറഞ്ഞ പോലെ വോട്ട് ചെയ്യുന്നു, പോണു. പിന്നെ 2 കാര്യം പറഞ്ഞത് 50 ലക്ഷം അതല്ലെങ്കിൽ ബ്ലോക്ക് പ്രസിഡന്റ്. അപ്പോൾ ബ്ലോക്ക് പ്രസിഡന്റ് വേറെ ആളാണ്, നഫീസയുള്ള ബ്ലോക്ക് പ്രസിഡന്റ് ആയിക്കണ്. അപ്പോൾ പിന്നെ അപ്പുറത്തെ ഓപ്ഷൻ എന്താ? 50 ലക്ഷം. അത് എങ്ങനെ കിട്ടിയിരിക്കണു എന്താ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അത് വരും ദിവസങ്ങളിൽ അറിയും. പിന്നെ ഇവന് അബദ്ധം പറ്റി, കയ്യബദ്ധം പറ്റി എന്നൊക്കെ പറയുമ്പോൾ അന്ന് അവിടെ വെച്ച് പറയണ്ടേ? അന്ന് വോട്ട് കഴിഞ്ഞിട്ട് CPM-ന്റെ ബ്ലോക്ക് മെമ്പർക്ക് കൈ കൊടുത്ത് ഇപ്പോഴത്തെ ബ്ലോക്ക് പ്രസിഡന്റിനോട് ചിരിച്ച് സംസാരിച്ച് ആ വീഡിയോ കാണാം. അങ്ങനത്തെ പോകണ അവൻ എന്ത് തെറ്റുപറ്റണ്? പിന്നെ ഈ വോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവങ്ങളൊന്നുമില്ല. നമ്മൾ നോമിനേഷൻ കൊടുക്കുന്ന പോലെ ഒരുപാട് പേപ്പറുകളോ കാര്യങ്ങളോ ഒപ്പുകളോ കാര്യങ്ങളോ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. എന്നാൽ ജാഫർ കളവ് പറഞ്ഞ ജനങ്ങളെ വീണ്ടും വിഡ്ഢികളാക്കാൻ ശ്രമിക്കുകയാണെന്നും ജാഫർ CPIM-ന്റെ കുതന്ത്രത്തിൽ പെട്ടുപോയതാണെന്നും AA മുസ്തഫ പറഞ്ഞു. ധാർമ്മികതയുണ്ടെങ്കിൽ കോഴ നൽകി വാങ്ങിയ പ്രസിഡന്റ് സ്ഥാനം CPIM രാജിവെക്കണമെന്നും UDF നിയമ പോരാട്ടവുമായി മുന്നോട്ടു പോകുമെന്നും AA മുസ്തഫ അറിയിച്ചു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ ഒരു മാഷാണ്, ഏതെങ്കിലും സ്കൂളിൽ ഫണ്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവാം. പല രീതിയിലും എന്നോട് പറഞ്ഞ കാര്യം 50 ലക്ഷം ഓഫർ എന്നാണ്. അത് ഏത് രീതിയിലും കൊടുക്കാലോ. അത്യാവശ്യം ഫണ്ട് ടീമുകളാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ യാതൊരു സംശയവും വേണ്ട, അവന് കൃത്യമായത് കിട്ടാതെ അവധി ചെയ്യില്ല. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, തലേ ദിവസം ഞങ്ങളോടൊക്കെ തെറ്റിയിട്ട് ഞങ്ങൾക്ക് അവൻ ഇന്നത് വേണം. അപ്പോൾ അതുപോലെ തന്നെ സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ അവൻ ഉൾപ്പെടുത്തി, അവന് വേണം. വൈസ് പ്രസിഡന്റ് ഷംല, പ്രസിഡന്റ് ഷാനവാസ് എല്ലാം ഫിക്സ് ചെയ്ത കമ്മിറ്റിയിൽ വളരെ സന്തോഷമായിട്ട് പോയതാണ്.